ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് ഞാനൊരു 7th സ്റ്റാൻഡേർഡ് ഓർ 8th സ്റ്റാൻഡേർഡിലേക്ക് വേണ്ടുന്ന ഒരു ചാപ്റ്റർ എടുക്കാമെന്ന് ഓർക്കുക. ഏതാണ് ആ ചാപ്റ്റർ എന്നാണ്? കോൺഗ്രുവൻസി ഓഫ് ട്രയാങ്കിൾസ് ആണ് നമ്മുടെ പോർഷൻസ്. അത് കേരള സിലബസുകാർക്കും CBSEക്കും ICSEക്കും എല്ലാവർക്കും പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് കോൺഗ്രുവൻസി ഓഫ് ട്രയാങ്കിൾസ്. ഇപ്പോൾ കോൺഗ്രുവൻസി പറയുന്നതിന് മുമ്പ് മിസ്സിന് വേറെ ഒരു വാക്ക് പറയണം. എന്താണ് സിമിലർ ഓർ സിമിലാരിറ്റി? നമുക്ക് വേണ്ടത് കോൺഗ്രുവൻസി. ഇപ്പോൾ സിമിലർ എന്ന് പറഞ്ഞാൽ നോക്കിക്കോണേ. What is this shape? This is a rectangle. And നോക്കിക്കേ, മിസ് വീണ്ടും വേറെ ഒരു റെക്റ്റാങ്കിൾ വരച്ചു. കണ്ടോ? ഇനി ഇതിൻ്റെ ഫ്രണ്ടിൽ വേറെ ഒരു റെക്റ്റാങ്കിൾ കണ്ടു. These are known as similar figures having the same shape. എന്താണ് സിമിലർ ഫിഗേഴ്സ് ഹാവിങ് ദ സെയിം ഷേപ്പ്. ഒരുപോലിരിക്കുന്ന ഫിഗേഴ്സിന് റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റുള്ളൂ അല്ലേ? അതുകൊണ്ട് ഫിഗേഴ്സ് ഹാവിങ് ദ സെയിം ഷേപ്പ്. അതാണ്ട് ഞാനൊരു സർക്കിൾ വരച്ചു, പിന്നെ ഇച്ചിരി കൂടെ വലിയൊരു സർക്കിൾ വരച്ചു, അതിലും വലിയൊരു സർക്കിൾ വരച്ചു. ഇതെല്ലാം എന്താണ്? സിമിലർ ഫിഗേഴ്സാണ്. പക്ഷേ മിസ് കാണിക്കുന്ന ഈ ഫിഗർ ഒന്ന് നിങ്ങൾ നോക്കിക്കോണേ. കാണാമോ? മിസ് വെച്ച ഈ ഫോട്ടോസ് കാണാമോ? കണ്ടോ? ഒരു മാത്തമാറ്റീഷ്യൻ്റെ ഫോട്ടോയാണ്. നോക്കിക്കേ, ഈ ഫോട്ടോയും കണ്ടോ? സെയിം ഷേപ്പാണ്. ആണോ? എല്ലാം കറക്റ്റ്. നോക്കിക്കേ, 5 rupee കോയിൻ നോക്കിക്കേ. ഒരു ഡോളിൻ്റെ പടം കണ്ടോ? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇല്ല. അപ്പോൾ ഇതിന് വിളിക്കുന്നത് കോൺഗ്രുവൻ ഫിഗേഴ്സ് എന്നാണ്. ഈ ഫോട്ടോഗ്രാഫും ഈ സെക്കൻഡ് ഫോട്ടോഗ്രാഫും ഒരു വ്യത്യാസവും ഇല്ല. സെയിം ഷേപ്പുമാണ്, സെയിം സൈസുമാണ്. 5ൻ്റെ തൊട്ടെടുത്ത് വെച്ചാൽ കണ്ടോ, ഒരേപോലെ ഇറക്കുന്ന വർഷത്തെ ഇത് 2011 ഇറക്കിയ തുട്ടുകളാണ്. അപ്പോൾ ഇതിന് വിളിക്കുന്ന പേരാണ് എന്ത്? കോൺഗ്രുവൻ ഫിഗേഴ്സ്. എന്താണ്? കോൺഗ്രുവൻ ഫിഗേഴ്സ്. അപ്പം മിസ് ഡെഫിനിഷൻ പറയട്ടെ. പെട്ടെന്ന് എഴുതിക്കോ. കോൺഗ്രുവൻ ഫിഗേഴ്സ് മീൻസ് അതാണ് നമുക്ക് വേണ്ടത്. ഫിഗേഴ്സ് ഹാവിങ് ദ സെയിം, കാണാതെ പഠിക്കണേ, സെയിം ഷേപ്പ് ആൻഡ് സെയിം സൈസും ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഒന്ന് വലുതും ഒന്ന് ചെറുതും വരയ്ക്കാൻ പറ്റില്ല. മനസ്സിലാകുന്നോ? ഒരു സർക്കിള് 3 centimeter റേഡിയസ് വരയ്ക്കാമെങ്കിൽ അടുത്തതും ആര് തന്നെ ആയിരിക്കണം? 3 centimeter റേഡിയസ് ആയിരിക്കണം. ഇനി നോക്കിക്കോ, നമ്മുടെ ഇവിടുത്തെ ഹെഡിങ് എന്തായിരുന്നു? കോൺഗ്രുവൻസി ഓഫ് ട്രയാങ്കിൾസ്. ABC. അടുത്തത് മിസ് അതുപോലൊരു ട്രയാങ്കിൾ വരയ്ക്കുവാണേ. PQR. ടു പ്രൂവ് കോൺഗ്രുവൻസി സാധാരണ കുറച്ച് തിയറംസ് എന്ന് പറയും. കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുമോ തിയറംസ് എന്നൊക്കെ പറഞ്ഞാൽ? നോക്കിക്കോണേ മിസ് എഴുതുന്നത്. SSS എന്ന് പറഞ്ഞാൽ സൈഡാ. എസ് സ്റ്റാൻഡ്സ് ഫോർ സൈഡ്. മിസ് ഇനി നോക്കിക്കോ, നിങ്ങളുടെ ഫിഗറിലോട്ട് നോക്കിക്കോ. ABയുടെ അവിടെ ഞാൻ ഒരു വര ഇട്ടു, PQൻ്റെ അവിടെ ഒരു വര ഇട്ടു, BCയുടെ അവിടെ 2 ലൈൻ കൊടുത്തു, QRൻ്റെ അവിടെ 2 ലൈൻ, AC 3 ലൈൻ, PR 3 ലൈൻ. ഓക്കെ ആയോ? അപ്പം ഞാനിവിടെ താഴോട്ട് എഴുതുകയാണ്. ഫസ്റ്റ് ട്രയാങ്കിൾ ആരായിരുന്നു? ABC. പെട്ടെന്ന് മിസ് പ്രോബ്ലം ചെയ്ത് തരാം, ഒത്തിരി ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. ABC. അടുത്തത് PQR ആണ്. എന്താണ്?
ആദ്യം അവർ പറയുന്നു എ ബി അപ്പുറത്ത് ആരുമായിട്ടാണെന്ന് പെട്ടെന്ന് മനസ്സിലായി, പി ക്യു. സെക്കൻഡ്, ബി സി ഈക്വൽ ടു ക്യു ആർ. തേർഡ്, എ സി ഈക്വൽ ടു പി ആർ. ദെയർഫോർ ഇവിടെ ഒരു സൈഡായിരുന്നു, ഇതൊരു സൈഡായിരുന്നു, ഇതൊരു സൈഡ്. ദെയർഫോർ ബൈ SSS കോൺഗ്രുവൻസി തിയറം ദീസ് ടു ട്രയാങ്കിൾസ് ആർ കോൺഗ്രുവൻറ്റ്. ഓക്കെ ആയോ? ഇനി അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഷോർട്ട് ഫോം പറയട്ടെ. എന്താണ് SAS? If the two sides of one triangle and the included angle are equal to the corresponding two sides and one included angle of the other. അപ്പോൾ ഓരോന്നും പേരുകൊണ്ട് തന്നെ നമുക്ക് എന്തോ മനസ്സിലാകും കുഞ്ഞുങ്ങളെ, ഇത് ആരാണെന്ന്, കോൺഗ്രുവൻ്റ് ആണെന്നോ അല്ലയോ എന്ന് മനസ്സിലാകും. ഇനി മിസ്സ് പ്രോബ്ലം ചെയ്യുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നോക്കിക്കേ, മിസ്സ് എഴുതിയ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാമോ? ഇൻ ട്രയാങ്കിൾ ABC-യിൽ AB6 മിസ്സ് കണ്ട വരച്ചു, AB6, BC5, ആംഗിൾ B60 എന്ന് തന്നിട്ടുണ്ട്. ഞാൻ മിസ്സ് അത് ഈ തന്ന എക്സ്പ്ലനേഷൻ മിസ്സ് ഫിഗർ ആക്കി. ഇൻ PQRൽ PQ5. ഓക്കെ ആയോ? QR 6 ആൻഡ് ആംഗിൾ Q 60. ഇത് കോൺഗ്രുവൻ്റ് ആണോ ഇല്ലയോ എന്നൊന്ന് പറഞ്ഞേ. എങ്ങനെ നിങ്ങൾക്ക് പറയാം? AB ഈക്വൽ ടു ആരാ കുഞ്ഞുങ്ങളെ? QR. സമ്മതിച്ചോ? 6 ഇവിടെ, 6 ഇവിടെ. ദെൻ BC ഈസ് ഈക്വൽ ടു ആരാണ്? PQ. ഈ രണ്ട് സൈഡിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ അല്ലേ ആദ്യത്തേനകത്ത് 60? ഈ പറഞ്ഞ QR-ൻ്റെയും PQ-ൻ്റെയും ഇൻക്ലൂഡഡ് ആംഗിൾ അല്ലേ 60? ആംഗിൾ B ഈക്വൽ ടു ആംഗിൾ Q. അപ്പോൾ രണ്ട് സൈഡും ഒരു എയും തന്നാൽ ഏത് തിയറമാണെന്ന് പെട്ടെന്ന് പറഞ്ഞു. ബൈ SAS കോൺഗ്രുവൻസി തിയറം. ഓക്കെ ആയോ? ബൈ രണ്ട് സൈഡ് ഒരു എ ആണെങ്കിൽ SAS കോൺഗ്രുവൻസി തിയറം. ട്രയാങ്കിൾ എങ്ങനെ എഴുതുന്നേ? ട്രയാങ്കിൾ ABC കാണണേ, രണ്ട് ഈക്വൽ സൈനിൻ്റെ മുകളിൽ ഇതാണ്ട് ഇങ്ങനെ ഒരു കോൺഗ്രുവൻറ്റ് ടു ട്രയാങ്കിൾ പറഞ്ഞോ, PQR. ഓക്കെ. പലർക്കും ഡൗട്ടുള്ള ഒരു ടേമുണ്ട്. എന്താണ് മിസ്സേ ഈ RHS തിയറം എന്ന് ചോദിക്കും. RHS തിയറം എന്ന് പറഞ്ഞാൽ ട്രയാങ്കിള് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണോ നോക്കണം. കണ്ടോ ഇതിൻ്റെ മീനിങ് എന്താ? ദിസ് ഈസ് റൈറ്റ് ആംഗിൾഡ്. ഈ റൈറ്റ് ആംഗിൾഡ് ആയ 90 ഡിഗ്രി ഓപ്പോസിറ്റ് സൈഡ് ഈസ് നോൺ ആസ് ഹൈപ്പട്ന്യൂസ്. എനിക്ക് അറിഞ്ഞൂടാ കൊച്ച് 7th പൈതഗോറസ് തിയറം പഠിച്ചിട്ടുണ്ടോയെന്ന്. താഴോട്ട് എഴുതി വെച്ചേ. 90 ഡിഗ്രി ഓപ്പോസിറ്റ് സൈഡ് ഈസ് ഹൈപ്പോട്ടിന്യൂസ്. അപ്പം ഈ ബിയുടെ ഓപ്പോസിറ്റ് ഇവിടെ ഒരു വര വരച്ചിട്ടുണ്ട്, ഈ 90യുടെ ഓപ്പോസിറ്റും അവർ വരച്ചിട്ടുണ്ട്. ഉടനെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എഴുതാം AC ഈസ് ഈക്വൽ ടു DF. എഴുതിയോ? ഹൈപ്പട്ന്യൂസ് ഗിവൺ. ഇനി ആരാണ്? BC ഈസ് ഈക്വൽ ടു EF. ആൻഡ് ഹിയർ ആംഗിൾ B ഈക്വൽ ടു ആംഗിൾ E ഈക്വൽ ടു ആരാണ്? 90. രണ്ട് സൈഡും ഒരു ആംഗിളും ഉണ്ടെങ്കിൽ കഴിഞ്ഞതിനകത്ത് നമ്മൾ എഴുതി SAS എന്നാ അല്ലേ? പക്ഷേ ഇവിടെ ആംഗിൾ 90 ആവണമെങ്കിൽ മോനെ എന്തോ നമ്മൾ പറയും? SAS എന്നല്ല പറയുന്നത്, ബൈ RHS തിയറം. ഡൗട്ട് മാറിയോന്ന് നോക്കിക്കേ. എന്താണ്? 90 ഡിഗ്രി ഓപ്പോസിറ്റ് വരുവാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഈസ് ബൈ നോട്ട് ബൈ SAS, ബൈ RHS തിയറം. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 1 നമ്മൾ പ്രൂഫ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഫിഗർ കണ്ടോ? കാണാമോ? പ്രൂവ് ദാറ്റ് ട്രയാങ്കിൾ ABD. ഏതാണ് ട്രയാങ്കിൾ ABD? ഒന്ന് കാണിച്ചേ. ദാണ്ട് ഈ ട്രയാങ്കിൾ അല്ലേ ABD. ഈ ട്രയാങ്കിൾ കോൺഗ്രുവൻറ്റ് ടു ട്രയാങ്കിൾ ACD, ഇപ്പുറത്ത് കിടക്കുന്ന ഈ ട്രയാങ്കിൾ. ഓക്കെ ആയോ?
ഒന്നിന് ഞാൻ എക്സും ഇട്ടു, ഒന്നിനൊരു ക്വസ്റ്റ്യൻ മാർക്കും ഇട്ടു. ഇനി നിങ്ങൾ കേൾക്കണം, നമുക്ക് കുറേ തിയറംസേ ഉള്ളൂ, അത് വെച്ചേ പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പം ഞാൻ സാധാരണ കുഞ്ഞുങ്ങളോട് പറഞ്ഞ് പഠിപ്പിക്കും, എപ്പോഴും അത് ഓർത്തോണം ആര് പഠിപ്പിച്ചാലും. എങ്ങനെയാണ് ഒരു തിയറം പ്രൂവ് ചെയ്യുന്നത്? ഒരു തിയറം പ്രൂവ് ചെയ്യണമെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് ഗിവൺ, വാട്ട് ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ എന്ന് നിങ്ങൾ എടുത്തെഴുതണം. എന്താണ് ഈ ക്വസ്റ്റ്യനിൽ ഓടിച്ചു നോക്കിയപ്പോൾ മനസ്സിലായത്? എ ബിയുടെ അവിടെ ഒരു വര, എ സിയുടെ അവിടെ ഒരു വര. ദാറ്റ് മീൻസ് എ ബി ഈക്വൽ ടു എ സി എന്ന് അവർ പറഞ്ഞേക്കുക ആണോ? അടുത്തത് പിന്നെ ഒരു 2 വര കണ്ടോ? ബി ഡി എന്ന് പറയുന്നതിന് സി ഡി, ഇപ്പുറത്ത് 2 വര, ഇപ്പുറത്ത് 2 വര. വേറെ വല്ലതും തന്നിട്ടുണ്ടോ? ഒന്നുമില്ല, ഇവിടെ ആംഗിളൊന്നും തന്നിട്ടില്ല. അപ്പം ഗിവൺ ഇതാ. അടുത്ത സ്റ്റെപ്പ് നല്ല മിടുക്കരായിട്ട് 100 മാർക്ക് മേടിക്കുന്നവർക്ക് വേണ്ടിയാണ്. ടു പ്രൂവ്, ഇതെന്ന് പറഞ്ഞാലേ വലിയ മിടുക്കൊന്നും ഇല്ലെങ്കിലും ആർക്കും ചെയ്ത് മാർക്ക് മേടിക്കാം. ടു പ്രൂവ്, എന്താണ് പ്രൂവ് ചെയ്യേണ്ടതെന്ന് ഇവിടോട്ട് നോക്കണം. ടു പ്രൂവ് ട്രയാങ്കിൾ എ ബി ഡി കോൺഗ്രുവൻ ടു ട്രയാങ്കിൾ എ സി ഡി. എഴുതിയോ? അടുത്ത സ്റ്റെപ്പ് പ്രൂഫ്. സ്റ്റേറ്റ്മെൻറ്റ്, അങ്ങേ സൈഡിൽ റീസൺ. ചില മിസ്സുമാർ വലിയ കോളമൊക്കെ വരപ്പിച്ചൊക്കെ ദണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കും. ഓക്കെ ആണോ? നിങ്ങളെങ്ങനെയാണോ ചെയ്യിച്ചേ? ഇങ്ങനെ ചെയ്യിക്കുന്നവരുണ്ട്, സമയമൊക്കെ ഉള്ളവർ. ഇത് മിസ് ഓടി ക്ലാസ് എടുക്കുന്നതുകൊണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ താഴെ എഴുതണം ഇൻ, ഏത് ട്രയാങ്കിളിൽ? ഇൻ എ ബി ഡി ആൻഡ് ട്രയാങ്കിൾ കൊടുക്കണേ, ട്രയാങ്കിൾ എ സി ഡി. ഇത് രണ്ടും എടുത്താണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നതെന്നുള്ള ഓർമ്മ വേണം. അങ്ങനാണെങ്കിൽ പറഞ്ഞേ, അങ്ങനാണെങ്കിൽ 2 ഗിവൺ അങ്ങോട്ട് പെട്ടെന്ന് എഴുതിക്കേ. എ ബി ഈക്വൽ ടു എ സി ആണോ മോനെ? യെസ്. റീസൻ്റെ അവിടെ ക്വസ്റ്റ്യൻ പേപ്പറെ മിസ് തന്നെ തന്നിട്ടുണ്ടെന്നാണ് എഴുതണ്ടേ. ഗിവൺ. അടുത്തത് ബി ഡി ഈക്വൽ ടു സി ഡി. ബി ഡി ഈക്വൽ ടു സി ഡി, അതും മിസ് ക്വസ്റ്റ്യനിൽ തന്നു, അല്ലെ ടീച്ചർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം 2 സൈഡാണെങ്കിൽ എന്തോ എഴുതും? ഇവിടെ സൈഡിലോട്ട് എസ്. ഒന്നുകിൽ ഇനി ഒരു എസ് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഒരു എ കണ്ടുപിടിക്കണം അല്ലേ? ഒന്നുകിൽ SSS, അല്ലേ SAS, അല്ലെങ്കിൽ എ, ഇതൊക്കെ വേണം. അപ്പോൾ ഇവിടെ 2 എസ് കിട്ടിക്കഴിഞ്ഞപ്പം ഞാൻ പെട്ടെന്ന് ഈ ട്രയാങ്കിളിലോട്ട് നോക്കിയപ്പോഴേ ഈ 2 ട്രയാങ്കിളിനും ഒരവകാശമുണ്ട്. ആര്? എ ഡി അല്ലേ? അങ്ങനെയാണോ? കോമൺ ആണല്ലേ? എ ഡി 2 ട്രയാങ്കിൾ, ഈ എ ബി ഡി പറയുക എ ഡി എൻ്റേതാണ്, എ സി ഡി പറയുക എ ഡി എൻ്റേതാണ്. അപ്പം എന്താണ് അവിടെ നമുക്ക് വേണ്ടത്? എ ഡി ഈക്വൽ ടു എ ഡി. വാട്ട് ഇസ് ദ റീസൺ? യെസ്, 2 ട്രയാങ്കിളിനും ആ ആൾ കോമണാണ്. അപ്പോൾ എളുപ്പമൊന്നും ആരാ പറയുന്നത്? 3 എസ് കിട്ടിയെങ്കിൽ അടുത്ത വരി എന്താ? ബൈ SSS കോൺഗ്രുവൻസി തിയറം. കണ്ടില്ലേ, ഇത്ര നല്ലൊരു സബ്ജക്റ്റ്. ബൈ SSS കോൺഗ്രുവൻസി തിയറം ട്രയാങ്കിൾ എ ബി സി കോൺഗ്രുവൻ ടു ട്രയാങ്കിൾ എ സി ഡി. കണ്ടില്ലേ, മിസ് 3 മാർക്കോ 4 മാർക്കോ നിമിഷ നേരം കൊണ്ട് പഠിച്ചെടുത്തു. ഓക്കെ ആയോ? സെക്കൻഡ് പ്രോബ്ലം ആർക്കായി നോക്കിക്കേ. ഇവിടെ എപ്പോഴും പ്രൂവ് ദാറ്റ് നോക്കണം കേട്ടോ. പ്രൂവ് ദാറ്റ് എ ബി ഡി ഉണ്ടോ നോക്കിക്കേ. ഉടനെ കൈയൊന്ന് ഓടിച്ചേ. എ ബി ഡി ഉണ്ട്. പിന്നെ എ സി ഡി കണ്ടോ, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്നത്. ഇവിടെ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ കണ്ട് ടീച്ചർ തന്നേക്കുന്നു ഇവിടെ ഓരോ വര, ഇവിടെ 2 വര. പിന്നെ നോക്കണം 2 ട്രയാങ്കിളിനെക്കാട്ടി സെപ്പറേറ്റ് ചെയ്യാൻ ഒരു ലൈൻ കയറി വരുന്നോന്ന്. ഒന്നും നോക്കാനില്ല, പെട്ടെന്നൊന്ന് എഴുതിക്കേ. ആദ്യം എന്തെഴുതും മോനെ? ഗിവൺ. മിസ്സിനോടൊന്ന് പറഞ്ഞു തന്നെ. ഗിവൺ എന്താ? എ ബി ഈക്വൽ ടു ആരാന്നാ നോക്കിക്കോണേ. ഇവിടുത്തെ എ ബി, അപ്പുറത്തെ ആരാണ് 2 വരെയുള്ളത്? എ സി ആണോ? അടുത്തതാരാ? ബി ഡി ഈക്വൽ ടു സി ഡി. മനസ്സിലായോ? ഓക്കെ. ഗിവൺ കഴിഞ്ഞ് എന്തോ എഴുതും മോനെ? ടു പ്രൂവ്. എന്തോ പ്രൂവ് ചെയ്യണം? അതിവിടെ നോക്കി പകർത്തുക. ട്രയാങ്കിൾ
എ ബി ഡി കോൺഗ്രുവൻറ്റ് ടു ട്രയാങ്കിൾ എ സി ഡി. ഉടനെ എന്തോ എഴുതണമെന്നാ മിസ് പറഞ്ഞേ? സ്റ്റേറ്റ്മെൻറ്റ്, അപ്പുറത്ത് റീസൺ. ഓക്കെ ആയോ? നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായെങ്കിൽ മിസ്സിനോട് പറയണം, എന്നാലേ ഉള്ളൂ. ഈ ചേട്ടന്മാരൊന്നും പറയത്തില്ല, അവരെഴുതി എടുത്തേച്ച് പോകും. നിങ്ങൾ കൊച്ചുകുട്ടികൾ പറയണം, മനസ്സിലായോ? അല്ലെങ്കിൽ എങ്ങനെയാ ഇനി ഇച്ചിരി കൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ സ്ലോയിൽ പറയണോ എന്നൊക്കെ പറഞ്ഞു തരണം മിസ്സിന് കേട്ടോ. സ്റ്റേറ്റ്മെൻറ്റും റീസണും പെട്ടെന്ന് എഴുതിക്കോ. ഇൻ ട്രയാങ്കിൾ എ ബി ഡി ആൻഡ് ട്രയാങ്കിൾ എ സി ഡി, ഈ രണ്ട് ട്രയാങ്കിളിൽ എന്തൊക്കെ എങ്ങനെ പ്രൂവ് ചെയ്യാം? ഉടനെ ഞാൻ ഗിവണിലോട്ട് നോക്കി ഞാനങ്ങ് എഴുതുക കേട്ടോ. ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല, ഈ ഗിവണിലോട്ട് നോക്കി താഴോട്ടങ്ങ് എഴുതുക. എ ബി ഈക്വൽ ടു എ സി തന്നിട്ടുണ്ട്, ഞാൻ അപ്പുറത്തോട്ട് എഴുതി ഗിവൺ. കണ്ടോ? അടുത്തത് ബി ഡി ഈക്വൽ ടു സി ഡി, അത് ഞാൻ ഈ ഗിവൺ നോക്കിയായതുകൊണ്ട് ഞാൻ ഇപ്പുറത്തോട്ട് എഴുതി ഗിവൺ. ഇനിയും നോക്കിയേ, ഈ രണ്ട് പേരെയും കൂടെ ആരാ സെപ്പറേറ്റ് ചെയ്തത്? എ ഡി. അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലം പോലെ തന്നെ നമ്മൾ എഴുതി എ ഡി ഈക്വൽ ടു എ ഡി. വാട്ട്സ് ദ റീസൺ? കോമൺ. ദെയർഫോർ ബൈ, ആരാ ഉറച്ച് പറയുന്നത്? എനിക്ക് കേൾക്കാമല്ലോ. എസ് എസ് എസ്. എസ് 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 ആണോ എന്ന് കണ്ട് ഇവിടെ ഒരു എസ്, ഇവിടെ ഒരു എസ്, ഇവിടെ ഒരു എസ്. ബൈ എസ് എസ് എസ്. പെട്ടെന്ന് എഴുതിക്കോ. കോൺഗ്രുവൻസി തിയറം, ട്രയാങ്കിൾ എ ബി ഡി കോൺഗ്രുവൻറ്റ് ടു ട്രയാങ്കിൾ എ സി ഡി. വെരി ഗുഡ്. തേർഡ് പ്രോബ്ലം വരച്ചോ നോക്കി. അവിടെ ക്വസ്റ്റ്യന് തന്നേക്കുന്നു പ്രൂവ് ദാറ്റ് ട്രയാങ്കിൾ എ സി ബി, കണ്ടോ? എ സി ബി ദണ്ട് കോൺഗ്രുവൻറ്റ് ടു ട്രയാങ്കിൾ ഇ സി ഡി. മിസ്സ് ചിലപ്പം മിസ്സ് വരയ്ക്കുന്നതുകൊണ്ട് ഒന്ന് ചെറുതും ഒന്ന് വലുതുമായിട്ടൊക്കെ തോന്നുക, പക്ഷേ സെയിം സൈസാണെന്ന് ഓർത്തോണം കേട്ടോ നിങ്ങൾ വരയ്ക്കുമ്പോൾ. ഓക്കെ, പറഞ്ഞോ. ക്വസ്റ്റ്യൻ്റെ അകത്തോട്ട് നോക്കി ഉടനെ ആരാ പറയുന്നത്? പറഞ്ഞേ മോളെ. ഗിവൺ. ആരുണ്ട്? എ സി. ഇവിടെ ഒരു വര. അപ്പുറത്ത് പറഞ്ഞേ ഇ സി. എ സി ഈക്വൽ ടു ഇ സി എന്ന് തന്നിട്ടുണ്ട്. അടുത്തത് രണ്ട് വര. ബി സി. ഇപ്പുറത്തേന് ബി സി, അപ്പുറത്തേന് ഡി സി. കഴിഞ്ഞു. ഉടനെ ടു പ്രൂവ് ട്രയാങ്കിൾ എ സി ബി കോൺഗ്രുവൻറ്റ് ടു ട്രയാങ്കിൾ ഇ സി ഡി എന്ന് പ്രൂവ് ചെയ്യണം അല്ലേ? അപ്പോൾ ഉടനെ നമ്മൾ അടുത്ത വരി എന്താ? സ്റ്റേറ്റ്മെൻറ്റ്, ദെൻ റീസൺ. കാണാതെ പഠിച്ചോ ഇപ്പോൾ? ഞാൻ അടുത്തത് ഇപ്പോൾ തന്നെ ചെയ്യാൻ തരും. അപ്പോൾ എങ്ങനെ എഴുതും? ഇൻ ട്രയാങ്കിൾ എ സി ബി ആൻഡ് ഇൻ ട്രയാങ്കിൾ ഇ സി ഡി. പെട്ടെന്ന് പറഞ്ഞു. ഗിവണിലോട്ട് നോക്കിയാണ് ആദ്യത്തെ രണ്ടെണ്ണം പെട്ടെന്ന് എഴുതുന്നത്. എ സി ഈക്വൽ ടു ഇ സി, സ്റ്റേറ്റ്മെൻറ്റ് റീസണിൻ്റെ അവിടെ ഗിവൺ. ഉറച്ച് പറഞ്ഞു മാത്സ് എഴുതി പഠിക്കണം. ബി സി ഈക്വൽ ടു ഡി സി, ദാറ്റ് ഈസ് ഓൾസോ ഗിവൺ. ആണോ? ഇനിയൊന്ന് നോക്കിയേ, ഇവർ തമ്മിൽ ഇതാണല്ലോ ആദ്യത്തെ ട്രയാങ്കിൾ, കണ്ടോ? ഇപ്പുറത്തെ ട്രയാങ്കിൾ. ഇവർ തമ്മിലാണ് കോൺഗ്രുവൻ്റ് ആണെന്ന് പറയേണ്ടത്. ഇവിടെ വേറെ കോമൺ സൈഡൊന്നും ഇല്ലല്ലേ? അപ്പം ഞാൻ ഉടനെ നോക്കുമായിരുന്നു, ഇവിടെ വല്ല ആംഗിളുണ്ടോ? ഒന്നുകിൽ എസ് 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 ആയിരിക്കണം, അല്ലെ എസ് എ എസ് ആയിരിക്കണം. ഈ രണ്ട് ലൈനിൻ്റെ ഈക്വൽ സൈഡിൻ്റെ ഇടയ്ക്ക് താണ്ട് ഇവിടെ ഒരു ആംഗിൾ കണ്ടോ ആരെങ്കിലും? ഇപ്പുറത്തും അതുപോലൊരു ആംഗിൾ കണ്ടോ? അപ്പോൾ ഇങ്ങനെ കൈ പിണച്ചു വെച്ച പോലെ ഫോം ചെയ്യുന്ന ആംഗിളിന് വിളിക്കുന്ന പേരെന്താ? കുറച്ച് പറ. യെസ്, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ. നോക്കിക്കോ, ബോർഡേ നോക്കിക്കോ. ഇങ്ങനൊരു വര, ഇങ്ങനൊരു വര. കണ്ടോ? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളിന് വിളിക്കുന്ന പേര് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ. മലയാളം പറയുന്ന പോലെ തന്നെ നേരെ എതിരെ കിടക്കുന്ന ആംഗിൾ. ഇവരും ഇവരും. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു അല്ലേ, ഇങ്ങോട്ടും ഉണ്ട് അപ്പുറത്തും ഉണ്ട്. പക്ഷേ ഒറ്റ ആംഗിളിൽ ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ സി എന്നൊന്നും എഴുതി കൊടുക്കരുത്. എ സി ബി ആംഗിൾ പറ. ആംഗിളാണ് എഴുതണ്ടേ. എ സി ബി ഈക്വൽ ടു അപ്പുറത്ത് ഏത് പറയും? എ സി ബി ഇങ്ങോട്ട് പറഞ്ഞപ്പം ഡി സി ഇ അല്ലെങ്കിൽ ഇ സി ഡി, എങ്ങനെ പറഞ്ഞാലും സി നടുക്ക് വരണമെന്നേ ഉള്ളൂ. ആംഗിൾ ഡി സി ഇ, ദാറ്റ് ഈസ് റീസൺ എന്ന് പറഞ്ഞേ ഉറക്കെ. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്.
ഞാൻ നേരത്തെ ഈ ആംഗിൾസ് എല്ലാം പഠിക്കാൻ വേണ്ടി മിസ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കമ്പൽസറി അത് കാണണം വെക്കേഷനൊക്കെ ആകുമ്പോൾ. കാരണം എന്താണെന്നറിയാമോ, ഹയർ ക്ലാസ്സിൽ വരുമ്പോൾ ബേസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് കണ്ട ഉടനെ പറയണം വെർട്ടിക്കലി ഓപ്പോസിറ്റ്. അപ്പോൾ ഒന്ന് പറഞ്ഞേ, ഇവിടെ ഒരു എസ്, ഇവിടെ ഒരു എസ്, ഇവിടെ ഒരു എ കയറി വന്നു. ആര് പറയും? ബൈ, എനിക്ക് കേൾക്കാം നിങ്ങൾ പറയുന്നത്, ബൈ SAS കോൺഗ്രുവൻസി തിയറം triangle ACB congruent to triangle ECD. ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു പാർട്ട് കൂടെ ഉണ്ടായിരുന്നു, ഓൾസോ പ്രൂവ് AB ഈക്വൽ ടു ED. അതുകൂടെ എഴുതിക്കും. അതെങ്ങനെയാണെന്നറിയാമോ? ഇത് രണ്ടും കോൺഗ്രുവൻ്റ് ആണ്, സെയിം ആണ്, സെയിം ഷേപ്പാണ്, സെയിം സൈസ് ആണെങ്കിൽ AB എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിൻ്റെ ഈ സൈഡ്. അടുത്തോ പറ, ED. കണ്ടോ, ED. ഇത് തമ്മിലും ഈക്വൽ ആയിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, രണ്ട് ട്രയാങ്കിൾ തമ്മിൽ കോൺഗ്രുവൻ്റ് ആണെങ്കിൽ സെയിം ഷേപ്പും ആയിരിക്കും, സെയിം സൈസും ആയിരിക്കും. അടുത്തത് എഴുതേണ്ടത് AB ഈക്വൽ ടു ED ബൈ CPCTE. എന്താ CPCT എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾസ് ആർ ഈക്വൽ. ഒന്നുകൂടെ പറ, കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾസ് ആർ ഈക്വൽ. ഓക്കെ ആയോ? അപ്പോൾ ഇനി അവർ ചിലപ്പോൾ ചോദിക്കുക, ഈ രണ്ട് ആംഗിൾ പ്രൂവ് ചെയ്യാൻ പറഞ്ഞാലും എന്തോ എഴുതണമെന്നറിയാമോ? ആംഗിൾ ABC ഈക്വൽ ടു ആംഗിൾ EDC. ഇതെന്തോ ആകുമെന്നറിയാമോ? കറസ്പോണ്ടിങ് CPCT, corresponding parts of congruent triangles are equal. ഓക്കെ, ഒരെണ്ണം കൂടെ പറഞ്ഞിട്ട് മിസ് നിർത്താം. നോക്കിക്കോ, ഇവിടെ അവരുടെ ക്വസ്റ്റ്യൻ, ട്രയാങ്കിൾ PQR ഈസ് ഇറ്റ് കോൺഗ്രുവൻ്റ് ടു ട്രയാങ്കിൾ DEF എന്നാണ് അവർ ചോദിച്ചത്. ആര് പറയും? ഇവിടുത്തെ PQ മോനെ 3, പക്ഷേ ഇവിടുത്തെ DE 2.5 ഉള്ളൂ. കണ്ടോ? പക്ഷെ ഡയഗണൽ കാണാൻ 90 ഡിഗ്രിയാണ്. PR 6 ആണ്, DEF അല്ലേ 6. ഡയഗണൽ രണ്ടും ഈക്വലാണ്. സൈഡ് ഒരു ആംഗിള് 90 ആണ്. പക്ഷേ ഇവിടെ 3 ആയപ്പോൾ ഇവിടെ 2.5. അപ്പോഴിത് കോൺഗ്രുവൻ്റ് ആണോ? PQ നോട്ട് ഈക്വൽ ടു DE. സമ്മതിച്ചോ? Therefore triangle PQR നോട്ട് കോൺഗ്രുവൻ്റ് ടു, അല്ലേ, നോട്ട് കോൺഗ്രുവൻ്റ് ടു ട്രയാങ്കിൾ DEF. ഓക്കെ ആയോ? അതേസമയം ഇവിടെ 3 ആയിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് പറഞ്ഞേനേയും? 3PQ ഈക്വൽ ടു DE, PR ഈക്വൽ ടു DF and angle Q equal to angle R, therefore by RHS theorem. Is it okay? എല്ലാവരും കോൺഗ്രുവൻസി പഠിച്ചു കഴിഞ്ഞോ? മനസ്സിലായോ? ഓക്കെ, മനസ്സിലായെങ്കിൽ ഇനി ഏതെങ്കിലും ചാപ്റ്റർ ഡൗട്ടുണ്ട് എക്സാം ആകുമ്പോഴെങ്കിൽ അതിന് കുറേ മുമ്പ് മിസ്സിനോട് പറയണം, മിസ്സ് സമയം കണ്ടെത്തി ചെയ്തിടാം. ഓക്കെ, സ്റ്റഡി വെൽ, ഗോഡ് ബ്ലെസ് യു.